നമസ്കാരം. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ഈശ്വരാധീനമുള്ള വ്യക്തികൾക്ക് നിത്യവും സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർ ഒരിക്കലും സാധാരണ വ്യക്തികളല്ല, അസാധാരണ വ്യക്തികളായിരിക്കും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതം ഒരിക്കലും നോർമൽ ആയിരിക്കില്ല എന്നതാണ് വാസ്തവം. ചില പ്രത്യേക കാര്യങ്ങൾ ഇവിടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ജീവിതത്തിൽ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങൾ അസാധാരണ വ്യക്തികൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും ആ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. നിത്യവും ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കും. തനിയെ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിത്യവും നിങ്ങൾ ഉണർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായി ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരും എന്നതാണ് വാസ്തവം. ഈ സമയം ആരെങ്കിലും നിങ്ങളെ ഉണർത്തുന്നതായി ഒരു അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. ഒരു ബ്രാഹ്മമുഹൂർത്തം എന്നത് 48 മിനിറ്റ് ആണ്. ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയം ബ്രാഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപുള്ള സമയമാണ്. ഇതിനെയാണ് ബ്രാഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്നത്. ഈ സമയം ഈശ്വരാധീനം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവഭേദ്യമാകുന്ന സമയമാണ്. ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നതിനാൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. ഈശ്വര സാന്നിധ്യം നിങ്ങൾക്ക് ഈ സമയം അനുഭവിച്ചറിയുക മാത്രമല്ല, ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം പോലും വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് വരാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാം. കൂടാതെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് അതേക്കുറിച്ച് മുൻകൂട്ടി ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഈ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഉൾവിളി നിങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും ഒരുങ്ങിയിരിക്കുവാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനോ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതൊരു ശുഭ ലക്ഷണം തന്നെയാണ്. അതൊരു തോന്നലായി മനസ്സിൽ രൂപപ്പെടുന്നതാകാം, അല്ലെങ്കിൽ സ്വപ്ന ദർശനമായി ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകുന്ന സൂചന തന്നെയാകാം. ഏറ്റവും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾക്കും ഭാവിയിലാണ് എങ്കിലും ഗുണകരമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് വിഷമിക്കുന്നു, എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ദുഃഖം അത് നിങ്ങളുടെ ദുഃഖമായിരിക്കും നിങ്ങൾ കണക്കാക്കുക. അത് അവരുടെ കാര്യം എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിച്ച് പെരുമാറുന്ന വ്യക്തികളല്ല നിങ്ങൾ. തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങളും തങ്ങളുടെ ദുഃഖങ്ങളായി കണ്ട് അവർക്ക് ആശ്വാസം നൽകുവാനും പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ. അതിനാൽ മറ്റുള്ളവർക്കും നിങ്ങളെ ജീവനായിരിക്കും എന്നതാണ് വാസ്തവം. മൃഗങ്ങൾ പെട്ടെന്ന് അടുക്കുന്നതായ സാഹചര്യം, മൃഗങ്ങൾക്കും പക്ഷികൾക്കും നിങ്ങളോട് പ്രത്യേകമായ ഒരു അടുപ്പം ഉണ്ടായി എന്ന് വരാം. അതും ഒരു ശുഭ ലക്ഷണം തന്നെയാണ്.
വീട്ടിൽ വളർത്തുന്ന ജീവികളാണ് എങ്കിലും നിങ്ങളോട് പ്രത്യേകമായ ഒരിഷ്ടം അവർക്ക് ഉണ്ടാകുന്നതാണ്. മറ്റു കുടുംബാംഗങ്ങളോടില്ലാത്തതായ ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബദേവതാ ക്ഷേത്രത്തിലോ ദർശനം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി സംഭവിച്ചു എന്ന് വരാം. അത് ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ശുഭ ലക്ഷണങ്ങളിൽ ഒന്നായി തന്നെ പരാമർശിക്കാം. ആത്മാവ് ആ ദിവ്യ ശക്തിയുമായി നേർരേഖയിൽ വരുന്നതിനാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. അപ്പോൾ അത്രമേൽ പ്രാധാന്യം ആ കാര്യത്തിലുണ്ട് എന്നതാണ് വാസ്തവം. കുട്ടികൾ, പ്രായമായവർ പെട്ടെന്ന് നിങ്ങളോട് അടുക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. മനസ്സിന്റെ താളം തെറ്റിയവർ പോലും നിങ്ങളുടെ അടുത്ത് വിശ്വാസവും സമാധാനവും ആയി ഇരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുവാൻ അവർ പോലും ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. അതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇലകൾ, പൂക്കൾ നിങ്ങളുടെ ദേഹത്ത് തനിയെ വീഴുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സാഹചര്യത്തിലാണ് എങ്കിൽ ഏറ്റവും ശുഭ ലക്ഷണം. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊരു ചെറിയ മാറ്റം പോലുമാകാം. അതുപോലും നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷം പോലും നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് വരാം. പ്രകൃതിയിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ മാറ്റങ്ങളാണ് എങ്കിലും അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ എപ്പോഴും സത്യമായി ഭവിക്കുന്നതാണ്. ചില വ്യക്തികൾ അത് വിശ്വസിച്ചു കൊള്ളണം എന്നില്ല, എന്നാൽ പിന്നീട് അവർക്ക് പോലും അത് ബോധ്യപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി തന്നെ പറയാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് നടക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അല്പം കഴിഞ്ഞായിരിക്കും സംഭവിക്കുക. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കണം എന്നില്ല, അല്പം തടസ്സങ്ങൾക്ക് ശേഷം നടക്കുകയും അല്ലെങ്കിൽ കുറേയേറെ പരിശ്രമിച്ചതിന് ശേഷം നടക്കുകയും പിന്നീട് ആ കാര്യം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും. അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ പോലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും ആ കാര്യങ്ങൾ അനുകൂലമായി തീരുക എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ച ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ, അതായത് ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയം, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും എന്ന് മാത്രമല്ല, എന്താണോ ആ സമയം പ്രവർത്തിക്കേണ്ടത് അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങളിലേക്ക് വന്നു ചേരും. അതും ശുഭ ലക്ഷണം തന്നെയാണ്.